ദൈവനാമത്തിന് മഹത്വം. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 24 മുതൽ 27 വരെ വാക്യങ്ങളിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന 70 ആഴ്ചവട്ടം എന്ന വിഷയം പഠിക്കുവാൻ ആരംഭിച്ചു. അതിൻ്റെ 25-ാം വാക്യം വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് 26 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് പഠിക്കാം. പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. 26-ാം വാക്യം: 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും, അവനാരും ഇല്ലെന്ന് വരും. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടജ്ജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അവൻ്റെ അവസാനം ഒരു പ്രളയത്തോടെയായിരിക്കും. അവസാനത്തോളം യുദ്ധമുണ്ടാകും. ശൂന്യങ്ങളും നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്നു. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും. ജെറുസലേം യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്ന മുതൽ അഭിഷിക്തനായ പ്രഭു വരെ 7 ആഴ്ചവട്ടവും 62 ആഴ്ചവട്ടവുമായ 69 ആഴ്ചവട്ടമാണെന്ന് 25-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു. ചിലർ പറയുന്നത് 69 ആഴ്ചവട്ടത്തോടുകൂടി അഭിഷിക്തൻ ഛേദിക്കപ്പെട്ടു എന്നാണ്. എന്നാൽ വചനം അങ്ങനെ പറയുന്നില്ല. 69 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 69 കഴിഞ്ഞാൽ 70 ആണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. 70-ാം ആഴ്ചവട്ടത്തിലാണ് അഭിഷിക്തൻ ഛേദിക്കപ്പെടുന്നത്. എങ്ങനെ വ്യാഖ്യാനിച്ചാലും അത് 69-ാം ആഴ്ചവട്ടത്തിലേക്ക് മാറ്റാൻ കഴിയില്ല. ബാക്കി നോക്കാം. അവന് ആരുമില്ലെന്ന് വരും. യേശുവിൻ്റെ ക്രൂശീകരണ സമയത്ത് അവനെ ആശ്വസിപ്പിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. അവന് വേണ്ടി വാദിക്കുവാൻ ആരുമില്ലായിരുന്നു. ജനങ്ങൾ അവനെ ക്രൂശിക്കുക എന്ന് ആക്രോശിച്ചുകൊണ്ട് തള്ളിക്കളഞ്ഞു. ശിഷ്യന്മാർ എല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. ഇംഗ്ലീഷിൽ നോട്ട് ഫോർ ഹിംസെൽഫ്, അവന് വേണ്ടി അല്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് അവന് വേണ്ടിയായിരുന്നില്ല, മുഴുവൻ മനുഷ്യന് വേണ്ടിയായിരുന്നു. 2 പരിഭാഷ പ്രകാരവും ശരിയാണ്. അവൻ ആരുമില്ലെന്ന് പറഞ്ഞാലും അവന് വേണ്ടി അല്ലെന്ന് പറഞ്ഞാലും ശരിയാണ്. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടജ്ജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അവൻ്റെ അവസാനം ഒരു പ്രളയത്തോടെയായിരിക്കും. ഈ വരുവാനിരിക്കുന്ന പ്രഭു ആരാണ്? മുകളിൽ പറഞ്ഞ അഭിഷിക്തനായ ഒരു പ്രഭു ആരാണോ അവൻ തന്നെ. ഇസ്രായേൽ കാത്തിരുന്ന അവരുടെ വരുവാനുള്ള മിശിഹ തന്നെ. ദാനിയേൽ പ്രവചിക്കുമ്പോൾ അവൻ വരുവാനിരിക്കുന്ന പ്രഭു ആയിരുന്നല്ലോ. ഇവിടെ പ്രഭുവിൻ്റെ പടജ്ജനം എന്ന മലയാളം പരിഭാഷ ശരിയല്ല. ഇംഗ്ലീഷിലത് ദ പീപ്പിൾ ഓഫ് ദ പ്രിൻസ് എന്നാണ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ ജനം, അതായത് യേശുവിൻ്റെ ജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും എന്നാണ്. അവനെ തള്ളിക്കളഞ്ഞ തൻ്റെ സ്വന്തം ജനം തന്നെ നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കുമെന്ന് പ്രവചിച്ചിരിക്കുകയാണ് ഇവിടെ. AD 70 ഈ പ്രവചനം നിവൃത്തിയായി. AD 70 ടൈറ്റസിൻ്റെ നേതൃത്വത്തിൽ റോമൻ സൈന്യമല്ലേ ജെറുസലേം നഗരവും വിശുദ്ധ മന്ദിരവും നശിപ്പിച്ചത് എന്നൊരു ചോദ്യം ഇവിടെ ഉണ്ടാകാം. നാം കേൾക്കുന്നത് അങ്ങനെയാണല്ലോ. എന്നാൽ ചരിത്രമായത് അല്ലെങ്കിൽ സംഭവിച്ചത് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവാചകനിലൂടെ അരുളി ചെയ്തതുപോലെയായിരുന്നു. വാക്യത്തിൻ്റെ അവസാനം വായിച്ചിട്ട് നമുക്ക് ചിന്തിക്കാം. അവൻ്റെ അവസാനം ഒരു പ്രളയത്തോടെയായിരിക്കും. അവൻ്റെ അവസാനം എന്നല്ല, ഇംഗ്ലീഷിൽ ദ എൻഡ് ദെയർ ഓഫ് ഷാൽ ബി വിത്ത് എ ഫ്ലഡ്, അതിൻ്റെ അവസാനം എന്നാണ്. ഏതിൻ്റെ അവസാനം? വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ ജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അതിൻ്റെ അവസാനം, ആ നശിപ്പിക്കലിൻ്റെ അവസാനം അല്ലെങ്കിൽ ആ തകർക്കലിൻ്റെ അവസാനം ഒരു പ്രളയത്തോടെയായിരിക്കും. പ്രളയം വലിയ സൈനിക ആക്രമണത്തെ കാണിക്കുവാൻ ഉപയോഗിച്ചിരിക്കുന്നു. ഉദാഹരണത്തിന് ദാനിയേലിന്റെ പുസ്തകം 11-ാം അധ്യായം 22-ാം വാക്യം: പ്രളയതുല്യമായ സൈന്യങ്ങളും നിയമത്തിൻ്റെ പ്രഭുവും കൂടെ അവൻ്റെ മുമ്പിൽ പ്രവഹിക്കപ്പെട്ട് തകർന്നു പോകും. ഇംഗ്ലീഷിൽ വിത്ത് ദ ആംസ് ഓഫ് എ ഫ്ലഡ്, പ്രളയത്തിൻ്റെ കരങ്ങളാൽ എന്നാണ്. ജെറുസലേമിൽ സംഭവിച്ച അതിഭയാനകവും ഭീകരവുമായ ആ സംഭവത്തെ യഹൂദ ചരിത്രകാരനായ ഫ്ലേവിയസ് യോസിഫസ് തൻ്റെ വാഴ്സ് ഓഫ് ദ ജ്യൂസ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ചുരുക്കമായി ഞാനത് വായിക്കാം. ജെറുസലേമിൽ റോമൻ സൈന്യം നശിപ്പിച്ചതിലും അധികം യഹൂദന്മാർ നശിപ്പിച്ചു. റോമൻ സൈന്യം കൊന്നതിലും അധികം യഹൂദന്മാർ പരസ്പരം കലഹിച്ചു വെട്ടിമരിച്ചു.
AD 66 റോമൻ സൈന്യം ജെറുസലേം വളഞ്ഞ് ഉപരോധം ഏർപ്പെടുത്തി. കുറച്ചു നാളുകൾക്ക് ശേഷം കൂടുതൽ സൈന്യവുമായി വരുവാൻ തൽക്കാലത്തേക്ക് അവർ പിൻവാങ്ങി. ആ സമയം ക്രിസ്ത്യാനികളായ യഹൂദന്മാർ പെല്ല എന്ന സ്ഥലത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. പുറത്തുണ്ടായിരുന്ന യഹൂദന്മാർ കോട്ടയ്ക്കുള്ളിൽ അഭയം തേടി. അധികം താമസിയാതെ റോമൻ ജനറലായിരുന്ന വെസ്പേഷ്യൻ 60,000 സൈന്യവുമായി വന്ന് നഗരം വളഞ്ഞ് ഉപരോധം ഏർപ്പെടുത്തി. ഉള്ളിൽ അധികാരക്കുതിയന്മാരായ പ്രമാണികൾ 3 ചേരിയായി തിരിഞ്ഞ് ഞങ്ങൾ സൈന്യത്തോട് യുദ്ധം ചെയ്യാമെന്ന് പറഞ്ഞ് പരസ്പരം കലഹിച്ച് കലാപം അഴിച്ചുവിട്ടു. 100 കണക്കിന് കലാപകാരികൾ പരസ്പരം വെട്ടിമരിച്ചു. എങ്ങും ഭീകരത മുറ്റി നിൽക്കുന്നു. പലരുടെയും വീടുകൾ അഗ്നിക്കിരയാക്കി. പലരും വെന്തു മരിച്ചു. ഉപരോധം, ആഭ്യന്തര കലാപം ഇവ നിമിത്തം ആഹാര സാധനങ്ങൾ ലഭിക്കാതായി. ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടി മനുഷ്യൻ എന്തും ചെയ്യാൻ മടിയില്ലാത്തവരായി തീർന്നു. വിശപ്പ് സഹിക്കാനാവാതെ പ്രാവിൻ കാഷ്ടം, ചാണകം, വൈക്കോൽ, തടി, തുകൽ, പ്രാണികൾ എന്നുവേണ്ട കണ്ണിൽ കണ്ടതൊക്കെ അവർ തിന്നു. ചിലർ തങ്ങളുടെ കുഞ്ഞുങ്ങളെ പൊരിച്ചു തിന്നു. ഇങ്ങനെയിരിക്കെ AD 68 നീറോ ചക്രവർത്തി ആത്മഹത്യ ചെയ്തപ്പോൾ ഭരണമേറ്റെടുക്കുവാൻ വെസ്പേഷ്യൻ റോമിലേക്ക് മടങ്ങിപ്പോയി. പകരം തന്റെ മകൻ ടൈറ്റസിനെ അയച്ചു. ജെറുസലേമിൽ ജനപ്രതി അരാജകത്വം പെരുകി വന്നു. ഭക്ഷണമില്ലാതെ ആയിരങ്ങൾ മരിക്കുവാൻ ഇടയായി. പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ചു. കുഞ്ഞുങ്ങൾ പടഞ്ഞു മരിച്ചു. കലാപകാരികൾ അവരുടെ ദേവാലയം കൊള്ളയടിച്ചു. ആരും ആരെയും അംഗീകരിക്കാൻ കൂട്ടാക്കാതെ പരസ്പരം കോപിച്ച് ഒരു കൂട്ടർ കോട്ടവാതിൽ സൈന്യത്തിന് തുറന്നു കൊടുത്തു. ഉള്ളിൽ കടന്ന സൈന്യം കണ്ടവരെയെല്ലാം വെട്ടിക്കളഞ്ഞു. സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും പിടിച്ചുകൊണ്ടുപോയി. വീടുകളും വയലുകളും തീവച്ച് നശിപ്പിച്ചു. യെരുശലേം ദേവാലയം അഗ്നിക്കിരയാക്കി. ആനകളെ കൊണ്ടുവന്ന് ഉഴുതുമറിച്ചു. അങ്ങനെ കർത്താവ് പറഞ്ഞ കല്ലിന്മേ കലിശേഷിക്കാതെ ഇടിഞ്ഞു പോകും എന്ന പ്രവചനം അക്ഷരം പ്രതി നിറവേറി. ദാനിയേൽ പ്രവാചകന്റെ വാക്കുകൾ: വരാനിരിക്കുന്ന പ്രഭുവിന്റെ ജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അതിന്റെ അവസാനം ഒരു പ്രളയത്തോടുകൂടി ആയിരിക്കും. യേശുവിന്റെ സ്വന്തം ജനമായ യഹൂദന്മാർ തന്നെ അവരുടെ അഭിമാന നഗരമായിരുന്ന ജെറുസലേമിനെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിച്ചു. അവസാനം ശേഷിച്ചത് റോമൻ സൈന്യം ഒഴുക്കിക്കളഞ്ഞു. അവസാനത്തോളം യുദ്ധമുണ്ടാകും. ശൂന്യങ്ങളും എണ്ണയിക്കപ്പെട്ടിരിക്കുന്നു. AD 70 സംഭവവികാസങ്ങൾ കൊണ്ട് കഴിഞ്ഞില്ല. അവസാനം വരെയും ഇസ്രായേലിൽ യുദ്ധങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ശൂന്യങ്ങളും ഉണ്ടാകും. 27-ാം വാക്യം: അവൻ ഒരാഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാകവും ഭോജനയാകവും നിർത്തലാക്കി കളയും. മ്ലേച്ഛതകളുടെ ചെറിയന്മേൽ ശൂന്യമാക്കുന്നവന് വരും. നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോടും ശൂന്യമാക്കുന്നവന്റെ മേൽ കോപം ചൊരിയും. അവൻ ഒരാഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും എന്ന മലയാളം പരിഭാഷ തെറ്റാണ്. ഇംഗ്ലീഷിൽ കൺഫേം ദ കവനന്റ്, നിയമത്തെ ഉറപ്പിക്കും എന്നാണ്. ആരാണ് ഈ അവൻ? മുകളിൽ പറഞ്ഞു വന്ന വ്യക്തി ആരാണോ അവൻ തന്നെയായിരിക്കും. അഭിഷിക്തനായ പ്രഭു, അല്ലെങ്കിൽ വരാനിരിക്കുന്ന പ്രഭു. ദാനിയേൽ പ്രവചിക്കുമ്പോൾ മിശിഹ വരാനായിരിക്കുന്ന പ്രഭു ആയിരുന്നു എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞുവല്ലോ. ഇത് അധർമ്മമൂർത്തിയാണെന്നാണ് വ്യാഖ്യാതാക്കളുടെ പക്ഷം. നമുക്ക് നോക്കാം. യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ മിശിഹ വരെ 69 ആഴ്ചവട്ടം, പിന്നെ 70-ാം ആഴ്ചവട്ടം കർത്താവിന്റെ ശുശ്രൂഷക്കാലം. അവൻ പലരോടും നിയമത്തെ ഉറപ്പിച്ച കാലം. യെരമ്യാവ് 31:31 ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് കർത്താവ് അരുളി ചെയ്ത കാലം. ന്യായപ്രമാണത്തെ ഉള്ളിലാക്കി ഹൃദയങ്ങളിൽ എഴുതിയ കാലം. അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞാനിനി ഓർക്കുകയുമില്ല എന്നുമുള്ള നിയമം 70-ാം ആഴ്ചവട്ടത്തിന്റെ ആരംഭം മുതൽ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ഐഹിക ശുശ്രൂഷയുടെ ആരംഭം മുതൽ തന്നെ അവൻ പലരോടും ഉറപ്പിച്ചു പോന്നു. ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാവും ഭോജനയാവും നിർത്തലാക്കി കളയും. ആഴ്ചവട്ടത്തിന്റെ മധ്യേ കർത്താവിന്റെ ശുശ്രൂഷകാലമായ 3.5 വർഷം തികഞ്ഞപ്പോൾ അവൻ ക്രൂശിക്കപ്പെട്ടു. അല്ലെങ്കിൽ മാനവരാശിയുടെ പാപങ്ങൾക്ക് പരിഹാരമായി അവനൊരു യാഗമായി അർക്കപ്പെട്ടു. ഒരിക്കലായി അർപ്പിക്കപ്പെട്ട അവന്റെ ശരീരയാഗത്താൽ ന്യായപ്രമാണപ്രകാരം കഴിച്ചു വന്നിരുന്ന
എല്ലാ യാഗങ്ങളും നീങ്ങിപ്പോയി. നമുക്ക് ഒരു വാക്യം വായിക്കാം. എബ്രായ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 8-9 വാക്യങ്ങൾ. ന്യായപ്രമാണപ്രകാരം കഴിച്ചു വരുന്ന യാഗങ്ങളും വഴിപാടും സർവാംഗ ഹോമങ്ങളും പാപയാഗങ്ങളും നീ ഇച്ഛിച്ചില്ല, അവയിൽ പ്രസാദിച്ചതുമില്ല എന്നിങ്ങനെ പറഞ്ഞ ശേഷം ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തേതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തേതിനെ നീക്കിക്കളയുന്നു. സ്വന്തം രക്തം കൊണ്ട് പുതിയ ഉടമ്പടി എന്നേക്കുമായി ഉറപ്പിച്ചിട്ട് പഴയതിനെ നീക്കിക്കളഞ്ഞു. മ്ലേച്ഛതയുടെ ചെറിയന്മേൽ ശൂന്യമാക്കുന്നവന് വരും. 26-ാം വാക്യത്തിൽ അഭിഷിക്തം ഛേദിക്കപ്പെടുമെന്ന് പറഞ്ഞ ഉടനെ യെരുശലേമിന്റെയും വിശുദ്ധ മന്ദിരത്തിന്റെയും നാശത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ ഇവിടെയും പറഞ്ഞിരിക്കുകയാണ്. യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ ന്യായപ്രമാണപ്രകാരമുള്ള എല്ലാ യാഗങ്ങളും നീക്കിക്കളഞ്ഞെങ്കിലും അത് തിരിച്ചറിയാതെ ദേവാലയത്തിൽ തുടരുന്ന യാഗങ്ങൾ ആലയം ഉൾപ്പെടെ മ്ലേച്ഛജാതിയെക്കൊണ്ട് ശൂന്യമാക്കി കളയുമെന്ന് പ്രവചിച്ചിരിക്കുകയാണ് ഇവിടെയും. AD 68 പൗലോസ് അപ്പോസ്തലൻ ഹെബ്രായ ലേഖനം എഴുതുമ്പോൾ പ്രവചനാത്മാവിൽ ഇങ്ങനെ എഴുതി. എബ്രായർ 8:13 പുതിയത് എന്ന് പറയുന്നതിനാൽ ആദ്യത്തേതിനെ പഴയതാക്കിയിരിക്കുന്നു, എന്നാൽ പഴയതാകുന്നതും ജീർണിക്കുന്നതുമെല്ലാം നീങ്ങിപ്പോകുവാൻ അടുത്തിരിക്കുന്നു. AD 70 അത് നിറവേറി. യെരുശലേം നഗരവും വിശുദ്ധ മന്ദിരവും തകർക്കപ്പെട്ടതോടെ കർത്താവ് പഴയതാക്കിയതും നശിച്ചു പോകുന്നതുമെല്ലാം നീക്കിക്കളഞ്ഞു. ദൈവകോപം അവിടെ ചുരിയപ്പെട്ടു. നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോടും ശൂന്യമാക്കുന്നവൻ്റെ മേൽ കോപം ചുരിയും. ശൂന്യമാക്കിയിരിക്കുന്നതിന്മേൽ എന്നാണ് ശരി തർജ്ജിമ എന്ന് വേദപണ്ഡിതന്മാർ പലരും അഭിപ്രായപ്പെടുന്നു. ഇംഗ്ലീഷ് നോക്കിയാൽ നമുക്കത് കാണാം. യെരുശലേം ഇന്നും ദൈവകോപത്തിന് കീഴിലാണ്. ദൈവത്തിൻ്റെ നാമം വിളിക്കുവാൻ, അവൻ്റെ നാമം സ്ഥാപിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത നഗരം, ദാവീദിന്റെ പട്ടണം. അവിടെ ഇന്ന് ജാതികൾ ചവിട്ടുന്നു, അവരുടെ ദൈവത്തെ ആരാധിക്കുന്നു. ഇതിനൊരു സമാപ്തിയുണ്ട്, ദൈവം നിർണയിച്ചിരിക്കുന്ന സമാപ്തി. അതുവരെയും ദൈവകോപം ഇവിടെ ചുരിയപ്പെട്ടുകൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മുടെ 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഒന്നാമത്തേത് 70 ആഴ്ചവട്ടം എപ്പോൾ മുതൽ എപ്പോൾ വരെ? ഉത്തരം BC 457 മുതൽ AD 33 വരെ. BC 457 മുതൽ 490 വർഷം കഴിഞ്ഞാൽ AD 33. രണ്ടാമത്തേത് 70 ആഴ്ചവട്ടം പൂർത്തിയായോ? 70-ാം ആഴ്ചവട്ടം മാറ്റിവെച്ചു. ഉത്തരം 70 ആഴ്ചവട്ടം പൂർത്തിയായി, 70-ാം ആഴ്ചവട്ടം മാറ്റിവെച്ചിട്ടില്ല. ഇനി നമ്മൾ മാറ്റിവെച്ച ചോദ്യത്തിലേക്ക് വരാം. 70 ആഴ്ചവട്ടം നിയമിച്ചതിൻ്റെ ലക്ഷ്യമെന്ത്? 24-ാം വാക്യം. അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. ഈ വചനപ്രകാരം 6 കാര്യങ്ങളാണ് 70 ആഴ്ചവട്ടം കൊണ്ട് ഇസ്രായേൽ ജനത്തിനും ജെറുസലേം നഗരത്തിനും നിവൃത്തിയാകാനുള്ളത്. അവയോരോന്നായി നമുക്ക് നോക്കാം. ഒന്നാമത്തേത് അതിക്രമത്തെ തടസ്സം ചെയ്യുക, ടു ഫിനിഷ് ദ ട്രാൻസ്ഗ്രഷൻ. അതിക്രമം അല്ലെങ്കിൽ ട്രാൻസ്ഗ്രഷൻ, അതിൻ്റെ അർത്ഥം ലംഘനം. അതിക്രമത്തെ തടസ്സം ചെയ്യുക എന്ന് പറഞ്ഞാൽ ലംഘനമില്ലാതാക്കുക. അതെങ്ങനെ സാധിക്കും? റോമാലേഖനം 4:15 ഇങ്ങനെ വായിക്കുന്നു: ന്യായപ്രമാണമോ കോപത്തിന് ഹേതുവാകുന്നു, ന്യായപ്രമാണമില്ലാത്തടത്ത് ലംഘനവുമില്ല. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്താൽ ന്യായപ്രമാണം നീങ്ങിപ്പോയി. എബ്രായർ 10:9 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തേതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തേതിനെ നീക്കിക്കളയുന്നു. താൻ ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ ന്യായപ്രമാണത്തെ നീക്കിക്കളഞ്ഞു. ഇതോടെ ന്യായപ്രമാണ ലംഘനം അല്ലെങ്കിൽ അതിക്രമം ഇല്ലാതായി. അങ്ങനെ അതിക്രമത്തെ തടസ്സം ചെയ്തു. രണ്ടാമത്തേത് പാപത്തെ മുദ്രയിടുക, ടു മേക്ക് ആൻ എൻഡ് ഓഫ് സിൻസ്. പാപത്തിന് അന്തം വരുത്തുക എന്നാണ്. ഇത് ഒന്നാമത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. റോമർ 5:13 അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിലുണ്ടായിരുന്നു, എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല.
ന്യായപ്രമാണത്തെ നീക്കിക്കളഞ്ഞതോടെ ന്യായപ്രമാണ ലംഘനമെന്ന പാപത്തിന് അറുതി വന്നു. ഇവിടെ ഒരു ചോദ്യമുണ്ടാകാം, ഇസ്രായേലിന് ഇനി പാപമില്ലേ? ഉത്തരം യോഹന്നാൻ 3:18-19 വാക്യങ്ങൾ നമുക്ക് കാണാം. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചു തന്നെ. ന്യായപ്രമാണ ലംഘനമല്ല ഇനി ഇസ്രായേലിന്റെ പാപം, യേശുക്രിസ്തുവിനെ സ്വീകരിക്കാതിരിക്കുന്നതാണ്. മൂന്നാമത്തേത്, അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്യുക. ടു മേക്ക് റീകൺസിലിയേഷൻ ഫോർ ഇനിക്വിറ്റി. അകൃത്യം, ദുഷ്കർമ്മം, പാപപ്രവൃത്തി എന്നൊക്കെ പറയാം. പ്രായശ്ചിത്യം, റീകൺസിലിയേഷൻ അല്ലെങ്കിൽ നിരപ്പ് എന്നൊക്കെയാണ് കൊലോസ്യ ലേഖനം 1:20 മുതൽ 22 വരെ വാക്യങ്ങൾ. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെക്കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവൻ്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവനിപ്പോൾ തൻ്റെ ജഡശരീരത്തിൽ തൻ്റെ മരണത്താൽ നിരപ്പിച്ചു. ദുഷ്കർമ്മികളായ മനുഷ്യരെ ദൈവത്തോട് നിരപ്പിക്കുവാനാണ് ക്രിസ്തു ക്രൂശിൽ മരിച്ചത്. 1 യോഹന്നാൻ 2:2 പറയുന്നു, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിൻ്റെ പാപത്തിനും തന്നെ. യേശു ക്രിസ്തു സർവ്വലോകത്തിൻ്റെയും പാപത്തിന് പ്രായശ്ചിത്തമായി തീർന്നു. അങ്ങനെയെങ്കിൽ ഇനി ആർക്കും പാപത്തിന് ശിക്ഷയുണ്ടാകില്ലല്ലോ എന്നൊരു ചോദ്യവും ഇവിടെ ഉണ്ടാകാം. ഉത്തരം റോമാലേഖനം 3:25 വാക്യത്തിലുണ്ട്. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ പ്രായശ്ചിത്ത യാഗത്തിൽ വിശ്വസിക്കുന്നവർക്കാണ് അവൻ്റെ രക്തം പ്രായശ്ചിത്തമായി തീരുന്നത്. നാലാമത്തേത്, നിത്യനീതി വരുത്തുവാൻ. ടു ബ്രിങ് ഇൻ എവർലാസ്റ്റിംഗ് റൈറ്റിയസ്നെസ്. റോമർ 6:23 പാപത്തിൻ്റെ ശമ്പളം മരണമത്രയെന്നും യെഹെസ്കേൽ 18:4 പാപം ചെയ്യുന്ന ദേഹം മരിക്കുമെന്നും പറയുന്നു. ഇത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത നീതിവിധിയാണ്. ആർക്കും ഇതിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ സാധ്യമല്ല. സകല മനുഷ്യരും മരിക്കണം. ഇവിടെ ദൈവം തൻ്റെ നീതി വെളിപ്പെടുത്തി. സകല മനുഷ്യർക്കുമായി തൻ്റെ പുത്രനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. റോമർ 3:21 നാം അത് കാണുന്നു. ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസത്തോടുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ഒരു പ്രമാണമോ വ്യവസ്ഥയോ കൂടാതെ ആർക്കും ലഭിക്കത്തക്ക വിധം ദൈവം തൻ്റെ നിത്യനീതി വെളിപ്പെടുത്തിയിരിക്കുന്നു. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ആർക്കും പ്രാപിക്കാം. അഞ്ചാമത്തേത്, ദർശനവും പ്രവചനവും മുദ്രയിടുവാൻ. ടു സീൽ അപ്പ് ദ വിഷൻ ആൻഡ് പ്രൊഫസി. മുദ്രയിടുക, ഉടമസ്ഥാവകാശം ഉറപ്പാക്കുക. ദർശനത്തിൻ്റെയും പ്രവചനത്തിൻ്റെയും ഉടമസ്ഥാവകാശം ഉറപ്പാക്കുക. ആരാണ് ദർശനത്തിൻ്റെയും പ്രവചനത്തിൻ്റെയും ഉടമസ്ഥൻ? ക്രിസ്തുവിനെ കുറിച്ചുള്ള അനേക പ്രവചനങ്ങൾ അവനിൽ നിറവേറിക്കഴിഞ്ഞപ്പോൾ അതെല്ലാം ദൈവത്തിൽ നിന്നായിരുന്നുവെന്ന് മുദ്രയിടപ്പെട്ടു, അല്ലെങ്കിൽ ഉറപ്പിച്ചു. നിറവേറാതെ തിരുവചനത്തിൽ കാണുന്ന ബാക്കി പ്രവചനങ്ങളും സമയാസമയങ്ങളിൽ നിറവേറുമെന്ന് നമുക്ക് ഉറപ്പ് തരികയും ചെയ്യുന്നു. ആറാമത്തേത്, അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാൻ. ടു അനോയിന്റ് ദ മോസ്റ്റ് ഹോളി. 70-ാം ആഴ്ചവട്ടത്തിൽ അവസാനമായി സംഭവിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്. 1000 ആണ്ട് വായിച്ച കാലത്ത് ജെറുസലേമിൽ യഹൂദൻ പണി കഴിപ്പിക്കുന്ന ദേവാലയമാണിതെന്ന് വ്യാഖ്യാതാക്കൾ ചിലർ പറയുന്നു. അവരുടെ സിദ്ധാന്തപ്രകാരം തന്നെ ഈ വാദം തെറ്റാണെന്ന് വരുന്നു. ഈ അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും കൂടെയാണ് 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കെ എങ്ങനെയാണ് ഇത് 1000 ആണ്ട് വാഴ്ചയിൽ നിറവേറുന്നത്? അല്ലെങ്കിൽ 1000 ആണ്ട് വാഴ്ചയിലാണ് 70 ആഴ്ചവട്ടമെന്ന് പറയേണ്ടി വരും. മറ്റു ചിലർ പറയുന്നത് അധർമ്മമൂർത്തിയുടെ ഭരണകാലത്ത് അവൻ്റെ അനുവാദത്തോടെ യഹൂദൻ അവരുടെ ദേവാലയം പണിയുമെന്നാണ്. ഇതിനൊന്നും വചനത്തിൽ യാതൊരു വിധ തെളിവുകളും ഇല്ല. അതുകൊണ്ട് നമുക്കത് വിട്ടുകളയാം. പിന്നെ 70 ആഴ്ചവട്ടത്തിൽ
അഭിഷേകം ചെയ്യപ്പെട്ട ഈ അതിപരിശുദ്ധമായത് ഏതാണ്? സഭ, ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദേവാലയം തന്നെ. 70-ാം ആഴ്ചവട്ടത്തിൻ്റെ മധ്യേ കർത്താവ് ക്രൂശിക്കപ്പെട്ട് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം പെന്തക്കോസ്ത് ദിനത്തിൽ ഈ അതിപരിശുദ്ധമായതിൻ്റെ അഭിഷേകം നടന്നു. ഇങ്ങനെ ദൈവം ഏത് ലക്ഷ്യത്തിനു വേണ്ടി ദാനിയേലിൻ്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചുവോ അവയെല്ലാം കർത്താവിൻ്റെ ക്രൂശ് മരണത്താൽ 70 ആഴ്ചവട്ടത്തിൽ തന്നെ നിറവേറി. അതുകൊണ്ട് ദാനിയേൽ പ്രവചനത്തിലെ 70 ആഴ്ചവട്ടത്തിൻ്റെ അവസാന ആഴ്ചവട്ടമായ 7 വർഷം ഭാവിയിൽ നിറവേറാൻ മാറ്റിവെച്ചിരിക്കുന്നു എന്ന പഠിപ്പിക്കൽ തെറ്റാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ നമ്മുടെ 3 ചോദ്യങ്ങൾക്കും വ്യക്തമായ ഉത്തരം കിട്ടിക്കഴിഞ്ഞു. സിദ്ധാന്തങ്ങളല്ല, ദൈവത്തിൻ്റെ വചനമാണ് സത്യമെന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പഠനം ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവഹിതമായാൽ അടുത്ത ക്ലാസ്സിൽ വെളിപ്പാട് പുസ്തകത്തിൻ്റെ 2-ാം ഭാഗം നമുക്ക് പഠിച്ചു തുടങ്ങാം. എന്നെ ശ്രമിച്ച എല്ലാവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.